വെറുതെ വഴി നടക്കുന്ന കുറെ ചെറുപ്പക്കാരെ റോട്ടിലിറക്കി തല്ലുകൊള്ളിക്കാനുള്ള പരിപാടിയുടെ തുടക്കമാണിത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നേതാക്കന്മാർക്ക് ആർക്കും തല്ലുകൊള്ളുകയില്ല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, രാജ്യസഭാ മെമ്പർ സഖാവ് ഡബിള റഹീം SFI ക്കാരുടെ മുമ്പിൽ ഇതുപോലെ വലിയ പ്രകോപനപരമായ പ്രസംഗം നടത്തി. പോലീസ് ലാത്തി വീശി ഇപ്പൊ റഹീമിന്റെ പൊടി പോലും കണ്ടില്ല. എന്നെ ഒരുത്തന്നെ വിശ്വസിച്ച് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്, ആരെയൊക്കെയാണ് ഞാൻ വെല്ലുവിളിച്ചത്. അദ്ദേഹം ഏത് വഴിക്ക് പോയെന്ന് ആർക്കും അറിയില്ല. പുള്ളി ഇത്ര നാളിൽ ഉട്ടാപ്പിന്ന് വിളിച്ചത്. പുള്ളി സത്യത്തിൽ ഒരു മായാവിയാണ്, പെട്ടെന്ന് മാഞ്ഞുപോയി. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അടി കഴിഞ്ഞപ്പോ പുള്ളി കൃത്യമായിട്ട് രംഗത്ത് വരികയും വീണ്ടും വലിയ വീരവാദം പറയുകയും ചെയ്തു. ഇതാണ് സഖാക്കൻ നേതാക്കന്മാരുടെ രീതി. നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അന്ന് അടി വന്നപ്പോ ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പശാലയിലേക്ക് തള്ളിവിട്ട ദുഷ്ടനാണ്. കാര്യം വലിയ കഷ്ടപ്പാടാണ്. പാവപ്പെട്ടവര് ആ തല്ലുകൊണ്ട് അവരുടെ പുറം പൊളിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്. ഇനി 5 കൊല്ലത്തേക്ക് ഇതായിരിക്കും. പിന്നെ നാണക്കെടുത്തി. യാതൊരു സംശയവും വേണ്ട, സഖാക്കന്മാര് അടിയുടെ ഈ അക്രമത്തിന്റെ ഒരു കേളികൂട്ടാണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത്. ഇനി ഫുൾ മേജർ സെറ്റ് കഥകളി തുടങ്ങാൻ പോകുന്നു. 4-ാം തീയതി നമ്മൾ ആഞ്ഞടിക്കുന്നു. ജനജീവിതം സ്തംഭിക്കണം, പോലീസ് ഞെട്ടണം, സർക്കാർ ആടി ഉലയണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.